ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കുകയും ചെയ്യും. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ സേമിയം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ സേമിയം വെച്ചിട്ട് ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ പുട്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കുറച്ചും കൂടെ നമുക്കൊരു ടേസ്റ്റി ആയിട്ടും ഒക്കെ തോന്നിയിട്ടുള്ളത് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുമ്പോഴാണ്. നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇടിയപ്പമായിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പൊ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ മക്കൾ കഴിക്കുമ്പോൾ അവർക്കും ഇങ്ങനെ മടുക്കൊന്നുമില്ല. അത് കഴിക്കുമ്പോൾ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും കേട്ടോ. അപ്പൊ കുഞ്ഞു മക്കളായാൽ പോലും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പാക്കറ്റ് സേമിയ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കപ്പിൽ എടുക്കുമ്പോൾ ഈ ഒരു കപ്പ് ഫുള്ളായിട്ടില്ല. അപ്പൊ ആ സേമിയത്തിന് ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഒത്തിരി വലിയ സേമിയ ആയിട്ട് എടുക്കണ്ട, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കിത് വറുത്ത സേമിയ ആയാലും വറുക്കാത്ത സേമിയ ആയിരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതാ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പൊ നമുക്കിതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ. അപ്പൊ ആ സേമിയ ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയം എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ചൂടുവെള്ളം ഒന്നുമല്ല. അപ്പൊ ഇതാ നമ്മൾ സേമിയ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ ഇനി വേറെ ഉപ്പ് ചേർക്കൂല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ മധുരമുള്ള ഒരു പലഹാരമാണ്, എന്നാൽ പോലും ഒരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെള്ളത്തിൽ മുങ്ങാൻ പാകത്തിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി വെച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ 1 മിനിറ്റ് വെച്ചാൽ മതി. 1 മിനിറ്റിലും കൂടി പോവേണ്ട, 1 മിനിറ്റ് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പൊ ഇതാ 1 മിനിറ്റിന് ശേഷം ഞാനിതാ തുറന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നമ്മുടെ ആ സേമിയം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഒത്തിരി സമയം ഇട്ടിട്ടുണ്ടെങ്കിൽ സേമിയാണ് അത് നല്ലോണം കുതിർന്ന് കലങ്ങി പോകും കേട്ടോ. അപ്പൊ ഇതാ അത് നമുക്ക് ഒന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റുക. എന്നിട്ട് ഒന്നും കൂടെ കഴുകുക കേട്ടോ. കഴുകുക മീൻസ് നമ്മൾ കൈ വെച്ചിട്ടൊന്നും കഴുകി എടുക്കണ്ട. നമ്മൾ അതിലുള്ള വെള്ളത്തിനെ കളഞ്ഞിട്ട് ഒരു ഇത്തിരിയും കൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ ഈ ഒരു സേമിയം ഈ ഒരു പരുവത്തിലാണ് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞ് എന്താ പറയാ ഒട്ടുന്ന രീതിയിലൊന്നും ആയി പോവണ്ട. പിന്നെ ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനുള്ള അത്രയും എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുക. അപ്പൊ ഞാനിതാ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര, ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ലാസ്റ്റ് ഉണ്ടായാലും നല്ലതാ. നമുക്കിതിൽ മധുരമായിട്ട് കഴിക്കാനാണ് നമുക്ക് ഈ ഒരു പലഹാരം പറ്റുള്ളൂ. അപ്പൊ ഞാനിതാ ഒരു ഇഡലി തട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. അപ്പൊ ഞാനിതാ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ കുഴിയിലും. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ ഉണ്ടല്ലോ, അപ്പൊ അത് അങ്ങനെ വാരിയണ്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. നുള്ളി എടുക്കാവുള്ളൂ. നുള്ളി എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വിടർത്തി ഒന്ന് പരത്തിയ രീതിയിലാക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ കേട്ടോ. ഒത്തിരി കട്ടിയിൽ ഇങ്ങനെ വാരി വെച്ചു കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇടിയപ്പം നല്ല കറക്റ്റ് ആയിട്ട് കിട്ടൂല. പിന്നെ നമുക്ക് കഴിക്കാനും വലിയ ടേസ്റ്റ് ഒന്നും തോന്നൂല കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കൂല, കണ്ടോ? ഈ രീതിക്ക് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഞാനിതാ മുഴുവനും ആയിട്ടും എല്ലാ കുഴിയിലും ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഒന്ന് ഇത്തിരി തേങ്ങ ഒന്ന് നുള്ളിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഇഡലി ചെമ്പില് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സമയം നമുക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ 5 മിനിറ്റ് വേണം. അപ്പൊ ഞാൻ വെച്ചിട്ടുള്ളത് 5 മിനിറ്റ് ആണ് കേട്ടോ. അപ്പൊ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സേമിയ വെച്ചിട്ടുള്ള ഇടിയപ്പം സൂപ്പർ ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്, കണ്ടോ? നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ഇഡലി തട്ടിന്ന് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പൊ അത് മുഴുവനും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതാ എല്ലാ കുഴിയിലും ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാട്ടോ. ഇനി നമുക്ക് സേമിയ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ സേമിയ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒത്തിരി കട്ടിക്കൊന്നും വാരി ഇട്ട് കൊടുക്കണ്ട, അതുപോലെ പരത്തിയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് ആ ഒരു തള്ളവിരൽ വെച്ചിട്ട് തന്നെ അത് ജസ്റ്റ് ഇങ്ങനെ കൈക്ക് വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് പരത്തിയ പോലെ കിട്ടും കേട്ടോ. അപ്പൊ അതിന്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതാ അതും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 5 മിനിറ്റ് മതി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഒരു തട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ 2 തട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കൽ കഴിയും കേട്ടോ. അപ്പൊ നമ്മുടെ ഇടിയപ്പം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കറി കൂട്ടി കഴിക്കാനല്ല നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോ ഇതിൽ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാരയും കൂടി തൂവി കൊടുത്തിട്ട് കഴിച്ചാൽ മതി. അതെല്ലാം തേങ്ങയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തില്ലേ, അതുപോലെ മിക്സ് ചെയ്തത് കുറച്ച് ചേർത്തിട്ട് അത് കൂട്ടിയിട്ട് കഴിക്കാനാണ് സൂപ്പർ കേട്ടോ. അപ്പൊ നമ്മൾ പുട്ടുകുറ്റിയിൽ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ തേങ്ങയും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് ഇടുക. അതുപോലെ കുറച്ച് സേമിയ ഇങ്ങനെ കുടഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ആ രീതിക്കാണ് അത് കഴിക്കുമ്പോഴും ഇതുപോലെ നമ്മൾ തേങ്ങയും പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാര മാത്രം തൂവിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇടിയപ്പാണ്. നമ്മുടെ മക്കൾ എന്തായാലും മതി എന്ന് പറയില്ല, അവർക്ക് അത്രയും ഇഷ്ടമാവും കേട്ടോ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെ. കാരണം ഇതിൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ രാവിലെ നമുക്ക് നേരമില്ല, സമയം വഴുകി എന്നൊക്കെ ഉള്ള സമയത്തൊക്കെ അതുപോലെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്, കണ്ടില്ലേ. നമുക്കിത് മാവ് പോലെ ഒട്ടിപ്പിടിച്ചിട്ടോ അങ്ങനൊന്നും അല്ല കേട്ടോ. കണ്ടോ, നമ്മുടെ സാധാരണ ഇടിയപ്പം പോലെ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.